ഹലോ, വീണാസ് ഫാമിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മുടെ വീട്ടിൽ സ്വന്തം നട്ടു വളർത്തിയ പച്ചക്കറി ആവശ്യത്തിനുള്ള നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. അതാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. അധികം ഒന്നുമില്ല. പിന്നെ വഴുതനയും പിന്നെ പച്ചമുളക്, ക്യാബേജ്, ലേശം പയർ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വീട്ടാവശ്യത്തിന് എടുക്കാമല്ലോ, അപ്പം അങ്ങനെ ലേശം പറിക്കാം. ഞാൻ ലേശം ആദ്യം പറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഓർത്തത് വീഡിയോ എടുക്കുക എന്നുള്ള കാര്യം കേട്ടോ. ഇത്രയും പറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കർമൂസം പറിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് കൂടെ പറിക്കാം, നമുക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളത് കേട്ടോ. ഇങ്ങനെ എല്ലാം അടുത്തടുത്ത് വെച്ചുകൊണ്ട് കറക്റ്റ് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയെന്നില്ല. അപ്പം ഇങ്ങനെ കാണിക്കാം. കണ്ടോ, ഇത് വഴുതന വയലറ്റും ഉണ്ട്, ഗ്രീനും ഉണ്ട് കേട്ടോ. ഇതിന് നീളം കുറവാണ്, വണ്ണം കൂടുതൽ കേട്ടോ. ഈ വഴുതനയ്ക്ക് ആവശ്യത്തിന് പറിച്ചു, ഇതിന് മുന്നേയും പറിച്ചു. പിന്നെ 2-3 ഉണ്ടായത് ഞാൻ പറിച്ചു. കണ്ടില്ലേ, ക്യാബേജ് കണ്ടില്ലേ, കണ്ടില്ലേ, മരുന്നൊന്നും അടിക്കുന്നില്ല. അപ്പം പിന്നെ നാച്ചുറൽ ആയിട്ടുള്ളതല്ലേ, അപ്പം അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വീട്ടിലെ കൃഷി. കണ്ടില്ലേ, കണ്ടില്ലേ, പച്ചമുളകിന് ആവശ്യമില്ല, പറിച്ചു. ഇനി കുറച്ചും കൂടി ഉണ്ട്, പറിക്കണം. തക്കാളി അവിടെ ലേശം കേട്ടോ. പച്ചമുളക് കുറേ ഉണ്ട് പറിക്കാൻ. ഉള്ളിലാണ് ഉള്ളത്. നമുക്ക് ഞാൻ നോക്കി പറിക്കണം. കുറേ ഉണ്ട്, പക്ഷെ അത് നോക്കി പറിക്കണം. ഉള്ളിലായതുകൊണ്ടേ എല്ലാം അടുത്തടുത്തല്ലേ ഉള്ളത്, നമുക്ക് ഇങ്ങനെ എടുത്ത് പറിക്കാനുള്ള ഗ്യാപ്പില്ല. അപ്പോൾ അല്ല, പയറൊക്കെ ആയി വരുന്നുണ്ട്. പയറായി വരുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവരും അവരവരെ വീട്ടിലേക്ക് വേണ്ട 2-3 പച്ചക്കറി തരെങ്കിലും നട്ടു വെക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് കീടനാശിനി ഇല്ലാതെ നമുക്ക് പച്ചക്കറികൾ കഴിക്കാൻ പറ്റും, ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പം നമുക്ക് പച്ചമുളകായാലും വഴുതനയായാലും പയറായാലും വേഗം ഉഷാറായി കിട്ടുന്ന ചെടിയല്ലേ, പച്ചക്കറിയല്ലേ. അപ്പം തക്കാളിയൊക്കെ ഇവിടെ ആയി വരുന്നുള്ളൂ, അപ്പുറത്ത് പഴുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഉഷാറുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഇന്നലെ 2 ദിവസം മുന്നേ മോൻ കുളിച്ച തോടാണ് കേട്ടോ അത്. കണ്ടില്ലേ, ഇവിടെ നിന്ന് അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. വെള്ളം കയറുമ്പോൾ ഈ വഴിയെല്ലാം തെങ്ങിന് ചുവട്ടിലൊക്കെ വെള്ളം ഉണ്ടാവും. ഇതാണ് നമ്മളവിടുത്തെ പാലം, ഇതാണ് ചുറ്റുവട്ടം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഇത്രേ പറിച്ചിട്ടുള്ളൂ. നമുക്ക് ഇത്രയും മതി, അധികം വേണ്ട. നമുക്ക് വെച്ച് വാടി പോവില്ലേ ഉള്ളൂ. പച്ചമുളകൊക്കെ ആകുമ്പോൾ അധികം പഴുത്ത് ചീഞ്ഞ് പോവുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും മതി. പിന്നെ അവിടെ കർമൂസുണ്ട്, ഞാൻ ഇത്രയും പറിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കൃഷി. അപ്പോൾ എന്നാൽ ശരി കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. താങ്ക് യു.